വീഡിയോയില്ലേ അത് വീഡിയോയിലൂടെ അത് വീഡിയോ എന്തുവാടേ വേണ്ടാത്തൊരു ജന്മം കൊണ്ടുകൂടാ തിരിച്ച് എനിക്കും ഭ്രാന്തായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചെന്നുള്ള എനിക്കറിയില്ല. പിന്നെ ഇവര് പറയുന്ന കണക്ക് ഞാനൊരു മാനസിക ഞാൻ അവളെ അത്രയ്ക്ക് എനിക്ക് അവളെ ഉള്ളൂ. എനിക്ക് അവളോട് അത്രയ്ക്ക് എനിക്ക് മരണം ഇപ്പൊ സൂയിസൈഡ് ആണെന്നാണ് സംശയിക്കുന്നത്. അപ്പം എന്താ നിങ്ങൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതായിരുന്നു. പല പെൺകുട്ടികളുടെ മരണത്തിന് കാരണം അവരുടെ മാതാപിതാക്കൾ തന്നെയാണെന്നുള്ളൊരു തമ്പലൈനോട് കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതിൻ്റെ അകത്ത് എനിക്ക് ഇപ്പോഴും ഒരു നെഗറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. കാരണം നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളും വന്നെങ്കിൽ പോലും എനിക്ക് നെഗറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്സ് ഇട്ട സമയത്ത് പോലും ഒരു ആൻറ്റി എന്ന് തന്നെ പറയാം, ഒരു സ്ത്രീ തന്നെ വന്ന് കമൻറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ എല്ലാവരും വീട്ടിലിരിക്കട്ടെ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നാൽ എന്താണ്, ജീവനോടെയെങ്കിലും ഇരിക്കുമല്ലോ. മറ്റുള്ളവന്മാരുടെ അടുത്ത് പോയി ജീവിച്ചിട്ട് ലാസ്റ്റ് തൂക്കുകയറ് കിട്ടുന്ന പോലെ മരണക്കയറും കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം വീട്ടിലിരുന്ന് അവർ ജീവിച്ചെങ്കിലും ഇരിക്കുമല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഓരോ വീട്ടിലും പെൺകുട്ടികൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, നല്ല രീതിയിൽ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷെ അതിലും ഭൂരിപക്ഷം ആൾക്കാരും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നതാണ്. അവർ പുറത്തോട്ടൊന്നും തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന, സത്യം പറഞ്ഞാൽ വിഭജിക ആ കുഞ്ഞും മരിച്ച ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതിന് മുന്നേ അടുത്ത കേസ് വന്നിരിക്കുകയാണ്. അതുല്യ എന്നൊരു 30 വയസ്സുള്ള പെൺകുട്ടി മരിച്ചിരിക്കുന്ന ന്യൂസ് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തോരം ജീവിതം ആ പെൺകുട്ടിക്ക് ഉള്ളതായിരുന്നു അല്ലേ, ഇനി എന്തോരം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിലുപരി ഇത്രയും നാളുകൊണ്ട് ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ അകത്ത് ആ ന്യൂസ് വന്നതിന് ശേഷം അവരുടെ മാതാപിതാക്കളെല്ലാം വന്നിരുന്ന് വാതോരാതെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ ആ സമയം തൊട്ട് ഉപദ്രവിക്കുമായിരുന്നു, കല്യാണം കഴിഞ്ഞ തൊട്ട് ഉപദ്രവിക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. പലപ്പോഴും കുഞ്ഞ് എന്നോട് വീഡിയോ കോളിൽ കാണിച്ച് കരയാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പലപ്പോഴും സ്വന്തം കുഞ്ഞ് വീഡിയോ കോളിൽ വിളിച്ച് കരഞ്ഞു പറയുമ്പോൾ നിങ്ങൾ അമ്മ എന്ന രീതിയിൽ, അല്ലെ അച്ഛൻ എന്ന രീതിയിൽ, ബന്ധുക്കൾ എന്ന രീതിയിൽ നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവരെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണമെന്നോ, അത് ചെയ്തില്ല. പിന്നെയും നിർബന്ധിച്ച് നിർത്തുക തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊരു വോയിസിൽ അതുല്യ തന്നെ സംസാരിക്കുന്നുണ്ട്. ഒരു വോയിസിൽ അതുല്യ പറയുന്നുണ്ട്, എല്ലാവരും എന്നെ ഒരുപാട് നിർബന്ധിച്ചു, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഈ തീരുമാനമെടുത്തത് എന്ന്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും എന്നെ ഒരുപാട് നിർബന്ധിച്ചു. ഒന്നും കൂടെ നീ ക്ഷമിച്ചു നോക്ക്, അവൻ നിന്നെ വിളിച്ചതല്ലേ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതല്ലേ, നീ ഒന്നും കൂടെ ക്ഷമിച്ച് അവൻ്റെ കൂടെ നിന്നു നോക്ക്, അവൻ്റെ മനസ്സ് മാറുമായിരിക്കും, ഇതാന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടീനെ വീണ്ടും നിർബന്ധിച്ചതിൻ്റെ ഫലമാണ് ആ പെൺകുട്ടി പിന്നെയും അവൻ്റെ കൂടെ ജീവിക്കാൻ പോയത്. ഇടയ്ക്ക് ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായി, അത് കേസാവുകയും ഒക്കെ ചെയ്തതാണ്, അതെല്ലാം ന്യൂസിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മാതാപിതാക്കളെ കുറ്റം പറയുന്നതിൻ്റെ മെയിൻ കാര്യം അതാണ്. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണം. കാരണം ഞാനിപ്പോൾ ഒരമ്മയാണ്. ഞാനൊരു അമ്മയായതിനു ശേഷമാണ് എൻ്റെ കുഞ്ഞൊരു ഇച്ചിരി, നമ്മൾ അടിക്കും വഴക്ക് പറയും ഒക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ ഒരു ഇച്ചിരി നേരം മാറി നിൽക്കുക, അവർക്ക് എന്തെങ്കിലും ഒരു പറ്റിയ നമുക്കുണ്ടാകുന്ന ഒരു വെപ്രാളമില്ലേ, അത് ഈ അമ്മമാർക്ക് എന്താണ് ഉണ്ടാകാത്തത് എന്നാണ് ഞാൻ പറയുന്നത്. പേരൻസ് ആയിട്ടുള്ളവർ ചിന്തിക്കുന്ന, അവരെ ഞാൻ കുറ്റം പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ, അവർ ഒരു പ്രശ്നമുണ്ടായി പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ, അയ്യോ നാട്ടുകാർ, ഒരാഴ്ച കഴിയുമ്പോൾ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങും. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അവർക്ക് ചൊറിഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ മേല, അതുകൊണ്ട് വന്നിങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. നമ്മുടെ നാട്ടുകാരല്ലേ, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അവരിങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ പിന്നെ വീട്ടിലുള്ളവർക്ക് ഒരു സമാധാനമില്ല, അത് അച്ഛനും അമ്മയ്ക്കും സമാധാനമില്ല. അയ്യോ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സമാധാനക്കേട് വരുന്നത് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നൊരു വർത്താനമുണ്ട്, അയ്യോ അങ്ങനെയൊന്നും ചിന്തിക്കരുതേ മോളെ, അമ്മ ഇങ്ങനെയൊക്കെ സഹിച്ചും ക്ഷമിച്ചും അല്ലേ ജീവിച്ചത്. പക്ഷെ നമ്മുടെ അച്ഛന്മാർ ഇത്രയും അധികം ടെറർ അല്ല എന്ന് ഓർക്കണം കേട്ടോ. ഇപ്പോഴത്തെ ആൺകുട്ടികളുടെ ഒരു ചിന്ത എന്താണെന്നറിയാവോ, എന്തേലും ഇവളെ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇവളെന്തെങ്കിലും ചെയ്തോളും, പിന്നെ എനിക്ക് പുതിയ ജീവിതം ആയല്ലോ, അല്ലെങ്കിൽ ഇവളെ അങ്ങ് കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോഴത്തെ നിയമത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് എല്ലാ അവന്മാർക്കും അറിയാം. അതൊക്കെയാണ് ഇവന്മാരും കൂടുതലും മുതലെടുക്കുന്നത്. കാരണം ഇന്ന് 1-2 കേസോ അല്ല സംഭവിച്ചിരിക്കുന്നത്, ഒരുപാട് പെൺകുട്ടികൾ മരിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ടും എന്താണ്, ഇവരെല്ലാം പുറത്തിറങ്ങി നടക്കുകയും ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്, അവന്മാർക്കൊന്നും പറ്റുന്നില്ല, ജയിലിലാണെങ്കിൽ സുഭിക്ഷമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, അല്ലാതെ ഇതിലൊന്നും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ പെൺകുട്ടികൾ വന്ന് വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നൊരു വർത്തമാനമുണ്ട്, നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, നാണക്കേടാകും, കെട്ടിച്ച വിട്ട പെണ്ണ സ്വന്തം വീട്ടിൽ വന്നിരുന്നത് നാണക്കേടാണ്,
നീ ഒന്നും കൂടെ ക്ഷമിക്കുക എന്ന് പറയും. അല്ലെങ്കിൽ അഥവാ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൻ വന്ന് വിളിക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ പിന്നെയും തുടങ്ങും. അവൻ വന്ന് വിളിക്കാൻ വന്നിട്ട് പോലും നിനക്ക് പോകാൻ മേലെ, അപ്പം നീ അഹങ്കാരം വാശി എടുത്തുകൊണ്ടിരിക്കുവാണോ, നിനക്ക് പോകാൻ മേലെ, ഒന്ന് പോ, അതാ ഇതാ മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളെ തിരിച്ച് നരകത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിൻ്റെ ഫലം എന്താണ് ഉണ്ടാവുന്നത്? അവരൊന്നെങ്കിൽ അവർ സത്യമായിട്ട് സ്വയമായിട്ട് തൂങ്ങിച്ചാവുന്നതാണോ, അല്ലെങ്കിൽ ഇവന്മാർ കെട്ടിത്തൂക്കുന്നതാണോ, അത് അടിച്ചു കൊല്ലുന്നതാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. എല്ലാത്തിൻ്റെ അവസാനം എന്താണ്? മരിച്ചു കഴിയുമ്പോൾ ന്യൂസ് ചാനലിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് അയ്യോ എനിക്കറിയാമായിരുന്നു എൻ്റെ കൊച്ചിനെ അങ്ങനെ ദ്രോഹിച്ചതാ, ഇങ്ങനെ ഇങ്ങനെ വന്ന് പറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആവുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കാഞ്ഞിട്ട് മരിച്ചു കഴിയുമ്പോൾ എന്തിനു നിങ്ങൾ അവർക്ക് വേണ്ടി കരയുന്നു, എൻ്റെ മോൾക്ക് നീതി കിട്ടണം? എന്ത് നീതിയാണ് അവൾക്ക് ഇനി കിട്ടാനുള്ളത്? അവൾ അവിടെ ഉള്ള ജീവനും കൊണ്ട് അവൾ പോയി. ആ മരിച്ച പെൺകുട്ടിക്ക് ഇനി ഒരു നീതിയും കിട്ടാനില്ല. എന്ത് നീതി കിട്ടാനാണ്? അവൻ കുറച്ച് ദിവസം ജയിലിൽ കിടന്ന് അവൾക്ക് നീതി കിട്ടും? ഒരിക്കലും ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാശിപ്പുറത്തെന്ന് ഞാൻ പറയുന്നില്ല, അനുഭവിച്ച് നമുക്ക് സഖി കിട്ടുകയും ആ ഒരൊറ്റ നിമിഷത്തേക്ക് നമുക്ക് ഈ തെറ്റായ ആത്മഹത്യ എന്ന ചിന്ത വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളങ്ങനെ ഒരിക്കലും ആത്മഹത്യ എന്നൊരു തീരുമാനം എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ ജീവിതം പോയ വീട്ടുകാർക്ക് പോകുമെന്ന് പലരും പറയും. വീട്ടുകാർക്കും മാതാപിതാക്കൾക്കും ആർക്കും പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആകപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ. അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അല്ലാതെ ആർക്കും പോകാനില്ല, അവനവന് മാത്രമേ പോകാനുള്ളൂ എന്ന് ഓർത്ത് നിങ്ങൾ മുന്നോട്ട് ജീവിക്കുക. പല മാർഗങ്ങളും ഉണ്ട് ജീവിക്കാൻ. ഈ അതുല്യ കേസിൽ ആ പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചു എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഈ നാറി സ്വന്തം മൂത്രം വരെ അതിനെക്കൊണ്ട് കുടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം. അതുപോലെ തന്നെ ബാത്റൂം തുടയ്ക്കുന്ന ആ തുണി വെച്ച് മുഖം തുടപ്പിച്ചു. എന്തൊക്കെ തെണ്ടിത്തരങ്ങളാണ് അവൻ കാണിച്ചത്. സത്യം പറഞ്ഞാൽ സ്വന്തം ഭാര്യ അത്രയും നമ്മൾ സ്നേഹത്തോടെ അവളെ കെയർ ചെയ്യേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മയായവളാണ്, നമ്മളെ അച്ഛനാക്കിയവളാണ് എന്നൊക്കെ ഇവനൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു കാര്യവും ചിന്തിക്കാതെ സ്വന്തം ഭാര്യനെ അത്രയും അധികം ഉപദ്രവിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അവൻ ജീവിച്ചിരുന്ന സമയത്ത് ആ പെൺകുട്ടീൻ്റെ മോളുടെ കൂടെ പലതും ഒക്കെ ചേർത്തിട്ടായിരിക്കും ആ നാറി വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് അവൻ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന അവൻ്റെ ആ കരച്ചിലും ആ മെഴുകലും ഒക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അവൻ്റെ ചപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കാനുള്ള കലിയാണ് വന്നത്. എനിക്കെന്നല്ല എല്ലാവർക്കും അതായിരിക്കും തോന്നിയിരിക്കുന്നത്. കാരണം അവൻ എൻ്റെ മോള് എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് വരുന്നത്. കാരണം അവനാണ് കൊലയ്ക്ക് കൊടുത്തത്. അവൻ പണ്ടും സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്കൊരു ദൗർലഭ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിച്ച് എല്ലാ തരത്തിലും നമ്മളൊരു പുരുഷൻ്റെ ആയി കഴിയുമ്പോൾ, നമ്മൾ അവരെ സ്നേഹിച്ച് കഴിയുമ്പോൾ, നമുക്ക് അവരൊന്ന് കരഞ്ഞാലോ അല്ലെങ്കിൽ അവരൊറ്റയ്ക്കാണ് ഇനി ഒന്നും കൂടെ ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ ക്ഷമിച്ചു പോകും. അത് സ്ത്രീകളുടെ എല്ലാവരുടെയും ഒരു ദൗർലഭ്യമാണ്. ആ ദൗർലഭ്യമാണ് ഇവൻ മുതലെടുത്ത് ആ പെൺകുട്ടി അത്രയും വഴക്കുണ്ടായി. അവൾ പലപ്പോഴും നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ പോലും ഇവൻ ഞാൻ തന്നെ ഉള്ളൂ, എനിക്ക് മോള് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള കുറേ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ആ പെണ്ണിൻ്റെ ആ ദൗർലഭ്യം മുതലെടുത്താണ് ആ പെൺകുട്ടി ജീവിതം ഇവൻ തൊലച്ചതെന്ന് തന്നെ പറയാം. ഇപ്പം ആ ജീവനും കൊണ്ട് ആ പെൺകുട്ടി പോവുക തന്നെ ചെയ്തത്. എന്നിട്ട് അവൻ്റെ കുഞ്ഞിനെ അബോർഷൻ ചെയ്തു കളഞ്ഞു. അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു പെൺകുട്ടിയും അബോർഷൻ ചെയ്യത്തില്ല. കാരണം ഒരു തവണ അവൾ അമ്മയായവളാണ്. അവൾക്ക് അമ്മയായതിൻ്റെ ഇതെല്ലാം ആ വികാരങ്ങളെല്ലാം മനസ്സിലാവും. പക്ഷെ അവൾ വീണ്ടും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിൽ നിന്ന് അത്രയും ക്രൂരമായ അനുഭവങ്ങൾ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കും. ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ഇവൻ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും ക്രൂര അനുഭവങ്ങളുണ്ട്. ആ കുട്ടിക്ക് അത് ഉണ്ടാകേണ്ട, അത് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് തന്നെയായിരിക്കും ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. അതിനൊരിക്കലും കുറ്റം പറയും. ഇവൻ്റെ ക്രൂരതകൾ കൊണ്ട് തന്നെയായിരിക്കും ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. അവൻ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി മരിച്ചു. ഇനി അവൾ ഏതായാലും രംഗത്ത് വന്ന് ഒന്നിനും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് മറിച്ച് പറയാൻ വരില്ല എന്ന് അവന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവൻ ന്യായീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടീനെ കുറ്റം കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവനൊക്കെ എന്നാ ഒരുത്തനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൻ്റെ ജോലി പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണേലും ഇവന് നാട്ടിലെ ശിക്ഷ വിധിക്കാതെ അവിടെ പുറം രാജ്യത്ത് അവൻ താമസിക്കുന്ന ആ രാജ്യത്തെ ശിക്ഷ തന്നെ ഇവന് വിധിക്കുകയായിരിക്കും നല്ലത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ ഈസി ആയിട്ട് കിരണൊക്കെ നടക്കുന്ന കണ്ടില്ല. അതുപോലെ തന്നെ ഇവൻ ഈസി ആയിട്ട് പുറത്ത് വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ആ പെൺകുട്ടീനെ കത്തി വെച്ച് ഉപദ്രവിക്കാൻ കുത്താൻ വരുന്നതും, അതുപോലെ തന്നെ കസാരയെടുത്ത് അടിക്കാൻ വരുന്നതും, ഒരുപാട് ഉപദ്രവിക്കുന്നതും, അവൻ കട്ടിലേ കടന്ന് കാണിക്കുന്ന കോപ്രാന്തങ്ങളും കാര്യങ്ങളും, അവൻ്റെ ഒരു സൈക്കോ രീതിയിലുള്ള ഒരു ചിരിയും വർത്താനവും കാര്യങ്ങളും എല്ലാം ആ പെൺകുട്ടി ഷൂട്ട് ചെയ്തു. ആ പെൺകുട്ടീനെ ഉപദ്രവിച്ചിരിക്കുന്ന ദേഹത്തെ മുതലായിട്ടുള്ള പാടുകളും കാര്യങ്ങളും അവൾ കരയുന്നതും എല്ലാം ഷൂട്ട് ചെയ്ത് അവൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകും ഇവൻ എത്രത്തോളം ഒരു സൈക്കോ ആണ്. സത്യം പറഞ്ഞാൽ ചിലർ മദ്യപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് ഓർമ്മയില്ല. അവർ ആ സമയത്ത് അതുപോലൊരു സഹിക്കാൻ പറ്റാത്ത രീതിയിലൊരു സൈക്കോ ഇതായിട്ട് അവർ മാറുക തന്നെ ചെയ്യും. പല ആൾക്കാരും നമുക്കറിയാവുന്നതാണ്. അതിലൊരുത്തൻ തന്നെയാണ് ഇവൻ. അത് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ കാല് പിടിക്കുക, ക്ഷമിക്കുക, അവൾ വീണ്ടും നിൽക്കുക, അങ്ങനെയുള്ള ഒരു പെണ്ണിൻ്റെ ദൗർലഭ്യത്തെ എല്ലാം മുതലെടുത്ത് അവളെ അത്രത്തോളം വേദന സഹിച്ചു. ആ പെണ്ണ് അത്രത്തോളം സഹിക്കാൻ പറ്റാതെ വന്ന ഒരു നിമിഷത്തെ അബദ്ധത്തിലാണ് ആ പെൺകുട്ടി അത് കാണിച്ചതാണോ എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇവൻ്റെ സ്വഭാവത്തിന് ഇവൻ കെട്ടിത്തൂക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല. ഇവൻ്റെ ആ സ്വഭാവം, ഇവൻ്റെ ആ ഒരു സംസാരവും കാര്യവും ഒക്കെ നമുക്ക് മീഡിയയ്ക്ക് മുന്നിൽ വന്നും അതുപോലെ വീഡിയോയിലൂടെ നമ്മൾ കണ്ട ഇവനും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവനൊരു തീർത്തും ഇവനൊരു വട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവന് വല്ല ഇവനെ വട്ടനാന്ന് പറഞ്ഞാൽ അവിടെയല്ല. ഇവന് ഒരു പെൺകുട്ടിയുടെ ജീവനാണ് പോയിരിക്കുന്നത്. ഇവനെയൊക്കെ അടിച്ച് ശരിയാക്കുകയാണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏതായാലും പോയി, അതുല്യ എന്നൊരു ജീവൻ പോയി. ഇനി നമ്മളൊന്നും ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊരു കാര്യമില്ല. ഇനിയെങ്കിലും ഒരു പെൺകുട്ടികൾക്ക് ഈ ഗതി വരാതിരിക്കുക. എനിക്ക് പേരൻസിനോടാണ് പറയാനുള്ളത്. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. അല്ലെങ്കിൽ അവരെത്ര വാശി പിന്നെയും ഞാൻ പോവുകയെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ പോലും നിങ്ങൾ അവരെ വിടാതിരിക്കുക. അവരെ അത്രയും ഇതായിട്ട് നിങ്ങൾ ചേർത്ത് പിടിക്കുക എന്ന് തന്നെയാണ്. നാട്ടുകാരെന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയുന്നതെന്ന് പേരൻസ് ഒരിക്കലും അവരെ പറഞ്ഞു വിടാതിരിക്കുക.